ദുബായിൽ പെരുന്നാൾ അവധി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആഘോഷമാണ്. ഫ്രണ്ട്സ് ആയിട്ട് ട്രാവൽ ചെയ്യുക, ഫാമിലി ഗെറ്റ് ടുഗദർ, ലോട്ട്സ് ഓഫ് കുക്കിംഗ്, അങ്ങനെ അങ്ങനെ നീണ്ട ലിസ്റ്റാണ് ഞങ്ങളുടെ ദുബായ് പെരുന്നാൾ ആഘോഷങ്ങൾ. എല്ലാ ഇതിനും ഒന്നില്ലെങ്കിൽ ഗ്രില്ല് അല്ലെങ്കിൽ ബിരിയാണി. ഈ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിക്കാന്ന് കരുതി രാവിലെ ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ വന്നതിന് മുന്നേ മൈൻഡിലൊരു ലിസ്റ്റ് ഉണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അമ്മാതിരി വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ പർച്ചേസും പരിപാടികളൊക്കെ കഴിഞ്ഞ് മീൻ ക്ലീൻ ചെയ്യാൻ കൊടുക്കലാണ് കേട്ടോ. ഇപ്പൊ ആരും പേടിക്കണ്ട, ഗോൾഡ് ഫിഷിനല്ല കേട്ടോ. ഈദിന്റെ തലേ ദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഈ തിരക്കിന്റെ ഒക്കെ ക്ഷീണം മാറ്റാൻ ഒരു കരിക്കാവാം അല്ലെ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ നാടൻ ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ കപ്പ വാങ്ങിക്കാൻ വേണ്ടിയാണോ പോയത്. സത്യം പറയാലോ, നല്ല കിടിലം കപ്പയുണ്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ കപ്പയും അല്ലറ ചില്ലറ പച്ചക്കറികളും വാഴലയും ഒക്കെ ആയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് മുട്ട വാങ്ങിക്കാൻ വന്നേക്കോ കേട്ടോ. അവിടെ തന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ നാടൻ താറാമുട്ടയും പിന്നെ ഒറ ഒഴിക്കാനുള്ള മോരൊക്കെ വാങ്ങിച്ചിട്ട് വന്ന്. ഞാൻ ഈ പ്രാവശ്യം 2 ഉണ്ണിയുള്ള മുട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത റീലിൽ കാട്ടിത്തരാം. ഇനിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ട്. ഇന്ന് ഫുള്ള് ഫാമിലി പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് എല്ലാവരും വൈകിട്ടാകുമ്പോഴത്തേക്കും വീട്ടിലോട്ട് എത്തും. അപ്പോൾ ഇന്നത്തെ മെനു നാടൻ മീൻകറി, കപ്പ, നല്ല കൊടംപുളിയിൽ വറ്റിച്ച ചെമ്മീൻ തവ, നല്ല നാടൻ കാന്താരിയിട്ട സ്ക്വിഡ് തവ, നെയ്മീൻ ഫ്രൈ, നെയ്മീൻ കറി. ഇതൊക്കെയാണ് ഇന്നത്തെ മെനു. എന്നത്തെ പോലെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഒരു പ്രത്യേകത ഉള്ളത്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറെ ആളുകളുണ്ട്. ഇത് ഞാൻ ചെമ്മീൻ തവക്ക് തേങ്ങാക്കൊത്ത് ഇടാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചതാണ് കേട്ടോ. ആ ഗ്രീൻ മസാലയാണ് നമ്മുടെ നാടൻ കാന്താരി സ്ക്വിഡ്. സീ ഫുഡ് ആയതുകൊണ്ടും കുക്കിംഗ് ടൈം വളരെ കുറവായതുകൊണ്ടും അധികം നേരം അടുക്കളയിൽ നിന്നും മുഷിയൂല. മസാല വരട്ടി വെച്ചിട്ട് മാരിനേഷനാണ് കുറച്ചെങ്കിലും ടൈം എടുക്കുന്നത്. ആ ടൈമിലാണ് നമ്മുടെ നെയ്മീൻ കറി റെഡിയാക്കി എടുത്തത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈദ് മുബാറക്.